ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അവിയൽ. അപ്പോൾ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന ആവും, എന്നാലും കുറച്ച് പേർക്കൊക്കെ അറിയാത്തവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം ചെയ്യാനൊന്ന് നീളത്തിലാക്കിയിട്ട് നെയ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു കപ്പോളം കുമ്പളങ്ങിയും ഇതുപോലെ ഒന്ന് നീളത്തിലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് കേട്ടോ, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങക്ക കേട്ടോ. അപ്പോൾ മുരിങ്ങക്കയുടെ ആ ഒരു കാമ്പ് മാത്രമാക്കിയിട്ട് എടുത്തതാണ്, തൊലിക്കൊന്ന് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പച്ചക്കായ നീളത്തിലാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മത്തനും എടുത്തിട്ടുണ്ട് കേട്ടോ, അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 4 അല്ലെങ്കിൽ 3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കേട്ടോ, കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് അതെല്ലാം കൂടെ ഒരു ഓവറായിട്ടങ്ങ് കുക്കാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മൊത്തം ഇങ്ങനെ നമുക്കൊരു ഒട്ടിയിട്ട് ഇങ്ങ് നിൽക്കും. നമുക്ക് കുറച്ച് ലൂസായിട്ടാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വെജിറ്റബിൾസ് ഇങ്ങനെ വിട്ട് നിൽക്കുന്ന രീതിയിലാക്കിയിട്ടാട്ടോ ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒന്ന് തിളച്ച് വന്ന് ഇതുപോലെ അങ്ങ് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 4 മിനിറ്റോളം അങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് നമുക്ക് ചതച്ചിട്ടെടുക്കണേ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുള്ളത് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ഞാനൊരു 4 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു തണ്ടോളം കറിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. വല്ലാണ്ടെങ്കിൽ അരഞ്ഞ് ആക്കണ്ട, ജസ്റ്റ് ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഇങ്ങനെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3/4 വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കുക. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കുറച്ച് തൈരാണ് കേട്ടോ. കുറഞ്ഞ അളവിൽ പുളിയുള്ള തൈര് തന്നെ വേണം കേട്ടോ. വല്ലാണ്ട് ഓവർ പുളിയല്ല, എന്നാൽ അത്യാവശ്യം പുളിയുള്ള തൈര് നോക്കിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം തൈരാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ടൈം ആ ഒരു തൈരും ആ ഒരു വെജിറ്റബിൾസും ആ ഒരു പുളിയൊക്കെ ആ ഒരു വെജിറ്റബിൾസിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ കുറച്ച് ടൈം ഞാൻ ഇതുപോലെ അതിൽ കിടത്തി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പുളിയൊക്കെ ആ ഒരു വെജിറ്റബിൾസിലൊക്കെ കുറഞ്ഞ രീതിയിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ടൈം ആ ഒരു തേങ്ങ ഒക്കെ ഒന്ന് ചൂടായി വരുന്നവരെ കുറച്ച് ടൈം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പച്ചക്ക് അങ്ങ് എടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ചീത്തായി പോകും. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കേടുകൂടാണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രാത്രിക്കൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ചീത്തായി പോവേ. കുറച്ച് ടൈമൊക്കെ ഞാൻ നന്നാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. വല്ലാണ്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന രീതിയിലാവരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ള പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓണത്തിന് അവിയലില്ലാത്ത എന്തോ സദ്യ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.